സംസ്ഥാനത്തെ സ്ഥാനാർത്ഥി നിർണയത്തിൽ ബിജെപിയിൽ അനിശ്ചിതത്വം തുടരുന്നു. കേരള ഘടകം നൽകിയ സ്ഥാനാർത്ഥി പട്ടികയിൽ തീരുമാനമെടുക്കാതെ കേന്ദ്ര നേതൃത്വം. പത്തനംതിട്ടയിൽ കെ സുരേന്ദ്രൻ ബിജെപി സ്ഥാനാർത്ഥിയാകാൻ സാധ്യതയേറി. അൽഫോൺസ് കണ്ണന്താനത്തെ എറണാകുളത്തും എൻ രാധാകൃഷ്ണനെ ചാലക്കുടിയിലും മത്സരിപ്പിച്ചേക്കും. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് കെ പി അഭിലാഷും തിരുവനന്തപുരത്ത് നിന്ന് ടി ജി സജിത്തും ചേരുന്നു. ആദ്യം അഭിലാഷിലേക്ക് പോയാൽ, അഭിലാഷ്, സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് അല്പം താമസിച്ചാണ്. മറ്റു സംസ്ഥാനങ്ങളിലെ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കേണ്ടതുണ്ട്. അതിൽ വിശദമായ ചർച്ചകൾ നടക്കുന്നുണ്ട് എന്നാണ് ബി നേതാക്കൾ നൽകുന്ന വിശദീകരണം. അതുകൊണ്ടാണ് ഇവിടെ കാലതാമസം വരുന്നത്. അത് വിശ്വസിക്കാമോ? അല്ലാതെ മറ്റെന്തു തർക്കമാണ് ഇപ്പോൾ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് ദില്ലിയിൽ ബാക്കിയുള്ളത്? രഞ്ജിത്ത്, സാങ്കേതികമായി ഈ പ്രതിസന്ധി നിലനിൽക്കുന്നു എന്നുള്ളത് വസ്തുതാപരം തന്നെയാണ്. കാരണം ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം ദേശീയ പാർട്ടി എന്ന നിലയിൽ ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഏപ്രിൽ 11-നുള്ള 91 മണ്ഡലങ്ങളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുക എന്നത് തന്നെയാണ് പ്രഥമമായി പരിഗണന നൽകുന്നത്. അതിന് തന്നെയാണ് മുൻതൂക്കം. ആ സ്ഥാനാർത്ഥി പട്ടിക എത്രയും പെട്ടെന്ന് പ്രഖ്യാപിക്കുവാനുള്ള തയ്യാറെടുപ്പിൽ തന്നെയാണ് ദേശീയ തെരഞ്ഞെടുപ്പ് സമിതി എന്ന കാര്യത്തിൽ തർക്കമില്ല. എന്നാൽ അതോടൊപ്പം തന്നെയാണ് കേരളത്തിലെ സ്ഥാനാർത്ഥി പട്ടികയും പുറത്തിറക്കുവാനുള്ള അതീവ ശ്രമങ്ങൾ നടക്കുന്നത്. എന്നാൽ ആ ശ്രമം എത്രത്തോളം വിജയിക്കും എന്നുള്ളതാണ് സാങ്കേതികമായി ഇനി കണ്ടറിയേണ്ടത്. അതിന് കാരണം കേരളത്തിലെ സ്ഥാനാർത്ഥി പട്ടികയുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന തർക്കങ്ങളിൽ ഇപ്പോഴും പരിഹാരം കണ്ടെത്താൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ബി.ജെ.പിയുടെ സംഘടനാ സംവിധാനം അനുസരിച്ച് ഓരോ സംസ്ഥാനങ്ങളിലെയും സ്ഥാനാർത്ഥി നിർണയത്തിന് വേണ്ടി പ്രത്യേകമായ ഒരു തെരഞ്ഞെടുപ്പ് സമിതികൾ രൂപീകരിച്ചിട്ടുണ്ട്. ഓരോ സമിതിയിലും ദേശീയ നേതൃത്വത്തിൽ നിന്നുള്ള പ്രതിനിധി, ദേശീയ സെക്രട്ടറിമാർ ഓരോ സംഘത്തിലും ഉണ്ട് താനും. അതോടൊപ്പം തന്നെ കേരളത്തിൽ നിന്നാകട്ടെ അഡ്വക്കേറ്റ് പി എ ശ്രീധരൻ ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷൻ, ദേശീയ നിർവാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസ്, ഒപ്പം സംഘടനാ സെക്രട്ടറിമാർ ഉൾപ്പെടെയുള്ളവരാണ് ഈ സമിതിയിൽ പങ്കെടുക്കുകയും സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട സുപ്രധാനമായ തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യേണ്ടത്. എന്നാൽ ഈ സമിതിയിൽ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് ഓരോ മണ്ഡലത്തിലും സമവായത്തിലെത്താൻ സാധിച്ചിരുന്നില്ല. ഇന്നലെ വൈകി നടന്ന ചർച്ചകളിൽ പോലും ഒരു പൊതുധാരണയിലേക്ക് ഈ സംഘത്തിന് എത്താൻ സാധിച്ചിരുന്നില്ല. സാധാരണ നിലയിൽ ഇങ്ങനെ ഓരോ സംസ്ഥാനത്തിൽ നിന്നുമുള്ള സമിതി തയ്യാറാക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് പട്ടിക കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതിക്ക് സമർപ്പിക്കും. ആ പട്ടികയിൽ ഏതെങ്കിലും തരത്തിലുള്ള തിരുത്തലുകൾ ആവശ്യമാണ് എങ്കിൽ, അതായത് പ്രമുഖനായ ഏതെങ്കിലും സ്ഥാനാർത്ഥികൾ ഒഴിവാക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പൊതുവെ സ്വീകാര്യനാകുന്ന ചില മുഖങ്ങൾ, ജനകീയമായ മുഖങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ, സ്ത്രീ പ്രാതിനിധ്യം ഇല്ല എങ്കിൽ, ന്യൂനപക്ഷങ്ങൾക്ക് ഉൾപ്പെടെയുള്ള പങ്കാളിത്തമില്ല എങ്കിൽ, അത്തരം കാര്യങ്ങളിലാണ് സാധാരണയായി ദേശീയ നേതൃത്വം ഇടപെടുകയും പട്ടികയിന്മേൽ തിരുത്തലുകൾ വരുത്തുകയും ചെയ്യുക. എന്നാൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ആകെ കുഴഞ്ഞു മറിഞ്ഞ ഒരവസ്ഥയിൽ തന്നെയാണ് ഇപ്പോഴും സ്ഥാനാർത്ഥി പട്ടിക എന്ന് പറയേണ്ടിയിരിക്കുന്നു. അവിടെ 1-2 ഘടകങ്ങൾ എന്നുള്ളത്, കേരളത്തിലെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ ഇഷ്ടമണ്ഡലങ്ങൾക്ക് വേണ്ടി വാശി പിടിക്കുന്നു എന്നുള്ളതാണ്. ആ ഇഷ്ടമണ്ഡലങ്ങൾ ലഭിക്കുന്നില്ല എങ്കിൽ തങ്ങൾ തെരഞ്ഞെടുപ്പിലെ മത്സരിക്കുന്നില്ല എന്ന നിലപാടാണ് ഇപ്പോൾ നേതാക്കൾ ഒന്നടങ്കം സ്വീകരിച്ചിട്ടുള്ളത്. നമുക്ക് നേരത്തെ തന്നെ അറിയാവുന്നതാണ്, ഏറ്റവും വിജയപ്രതീക്ഷയുള്ള കേരളത്തിലെ മണ്ഡലം എന്നത് ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരം മണ്ഡലമായിരുന്നു. ആ മണ്ഡലത്തിലേക്ക് കണ്ണുനട്ടിരുന്നത് പി എ ശ്രീധരൻപിള്ള, ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷൻ തന്നെയാണ്. എന്നാൽ RSSന്റെ നിർബന്ധത്തിന് വഴങ്ങി അവിടെ കൂടുതൽ സ്വീകാര്യനായ ഒരു നേതാവിനെ മത്സരിപ്പിക്കണമെന്ന ആവശ്യം മുന്നോട്ട് വെക്കുകയും തുടർന്ന് കുമ്മനം രാജശേഖരൻ മിസോറാം ഗവർണർ സ്ഥാനം രാജിവെച്ചുകൊണ്ട് തിരികെ എത്തി തിരുവനന്തപുരത്ത് പ്രവർത്തനം കേന്ദ്രീകരിക്കുകയും ചെയ്യുന്നു. ആ ഘട്ടത്തിലാണ് ശ്രീധരൻപിള്ളയുടെ നോട്ടം പിന്നീട് പത്തനംതിട്ടയിലേക്ക് മാറിയത്. പത്തനംതിട്ട എന്നതിൻ്റെ പ്രത്യേകത നമുക്കെല്ലാം അറിയാം. ശബരിമല പോലെ കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ സ്വാധീനിക്കാൻ ഏറെ സാധ്യതയുള്ള ഒരു വിഷയത്തിൻ്റെ പ്രഭവ കേന്ദ്രം കൂടിയാണ് പത്തനംതിട്ട മണ്ഡലം. അതേ പത്തനംതിട്ട മണ്ഡലത്തിൽ നിന്ന് ജനവിധി തേടണമെന്ന ആഗ്രഹമാണ് ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷൻ പ്രകടിപ്പിച്ചത്. നമുക്കറിയാം, ഈ ഛത്തീസ്ഗഡുമായി ബന്ധപ്പെട്ട് ഇന്നലെ രാത്രി വൈകിയാണെങ്കിലും സ്ഥാനാർത്ഥി പട്ടിക ഏതാണ്ട് പുറത്തു വന്നിരുന്നു. അവിടെ 10 സിറ്റിംഗ് MP-മാർക്ക് സീറ്റില്ല എന്ന വിവരവും പുറത്തു വരുന്നു. അവിടെ സംസ്ഥാന ഘടകം നൽകിയ സ്ഥാനാർത്ഥി പട്ടികയിൽ പൂർണ്ണമായ തിരുത്തൽ വരുത്തിക്കൊണ്ടാണ് തീരുമാനം കേന്ദ്ര നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. അത്തരത്തിൽ വലിയ ഒരു ഇടപെടൽ കേരളത്തിന്റെ പട്ടികയിലും ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കാമോ? കാരണം ഇവിടെ സ്ഥാനാർത്ഥി മോഹികളുടെ എണ്ണം കൂടുതലാണ്. ഒരു സീറ്റിൽ തന്നെ, ഉറപ്പുള്ള സീറ്റിൽ മത്സരിക്കാൻ ഒരുപാട് പേർ ആഗ്രഹം പ്രകടിപ്പിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ളൊരു സാഹചര്യമുള്ളപ്പോൾ കാര്യമായ ഇടപെടൽ, വെട്ടിത്തിരുത്തലുകൾ കേന്ദ്ര നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകുമെന്നും അപ്രതീക്ഷിതമായ സ്ഥാനാർത്ഥികൾ കടന്നു വരുമെന്നും പ്രതീക്ഷിക്കാമോ?
രഞ്ജിത്ത്, ഉണ്ടാകും എന്നല്ല, ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് വ്യക്തമായി പറയാൻ സാധിക്കും. കാരണം ഇന്നലെ കേരളം സമർപ്പിച്ച ഓരോ ലോക്സഭാ മണ്ഡലത്തിലും ഒന്നിലധികം പേരുകൾ തിരുവനന്തപുരം ഒഴിച്ചു നിർത്തിയ തിരുവനന്തപുരത്ത് കുമ്മനം രാജശേഖരന്റെ പേര് മാത്രമാണുള്ളത്. പിന്നീട് കൊല്ലം, ആറ്റിങ്ങൽ, പത്തനംതിട്ട മുതൽ കാസർഗോഡ് വരെയുള്ള 14 മണ്ഡലങ്ങളിലേക്ക് ഒന്നിലധികം സ്ഥാനാർത്ഥികൾ അടങ്ങുന്ന പട്ടികയാണ് തെരഞ്ഞെടുപ്പ് സമിതിക്ക് സമർപ്പിച്ചത്. ഈ പട്ടികയിന്മേൽ കൃത്യമായ ഇടപെടൽ നടത്താൻ ദേശീയ നേതൃത്വം തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. ദേശീയ തെരഞ്ഞെടുപ്പ് സമിതി ഈ ഇടപെടൽ നടത്തുന്നു. ഇതിന്റെ ഭാഗമായി, അതായത് ഇഷ്ട സീറ്റുകൾ ഇല്ല എങ്കിൽ മത്സരത്തിനില്ല എന്ന് വ്യക്തമാക്കിയിട്ടുള്ള നേതാക്കളുമായി ദേശീയ നേതൃത്വം ചർച്ചകൾ നടത്തും. അവരോട് ഏത് മണ്ഡലത്തിൽ മത്സരിക്കണമെന്ന് ആവശ്യം ഉന്നയിക്കും. ആ മത്സരത്തിൽ മത്സരിക്കേണ്ടതിന്റെ ആവശ്യകത എന്ത് എന്ന കാര്യം പറഞ്ഞു ബോധ്യപ്പെടുത്തുകയും ചെയ്യും. ഈ ചുമതല ഇപ്പോൾ നിലവിലുള്ളത് അമിത്ഷായ്ക്കാണ്. പ്രത്യേകിച്ച് പത്തനംതിട്ട മണ്ഡലത്തിൽ ആര് മത്സരിക്കണം എന്ന തീരുമാനം അന്തിമമായി എടുക്കാൻ പോകുന്നത് BJPയുടെ ദേശീയ അധ്യക്ഷൻ കൂടിയായ അമിത്ഷാ തന്നെയാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. അവിടെ നമ്മൾ എടുത്തു പറയേണ്ടത് RSSന്റെ നിലപാടുകളാണ് നിർണായകമാകാൻ പോകുന്നത് എന്നുള്ളതാണ്. ഈ തെരഞ്ഞെടുപ്പ് എന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വിജയം എന്നത് മാത്രമല്ല, BJPക്ക് എത്രത്തോളം വോട്ടുകൾ ലഭിക്കുന്നു, ഓരോ മണ്ഡലത്തിലും എത്രത്തോളം മുന്നേറ്റം നടത്താൻ സാധിക്കുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് എന്ന് RSS ദേശീയ നേതൃത്വത്തെ അറിയിച്ചിരിക്കുന്നു. 2, LDF അടക്കം സ്ഥാനാർത്ഥി പട്ടിക വളരെ പെട്ടെന്ന് പ്രഖ്യാപിക്കുകയും വളരെ മുന്നോട്ട് പ്രചാരണം പോവുകയും ചെയ്തിരിക്കുന്നു. മറ്റൊരു ഘടകം, സാധാരണ നിലയിൽ ഇത്തരത്തിലുള്ള തർക്കങ്ങൾ ഉണ്ടാകാറുള്ളത് കോൺഗ്രസ് പോലെയുള്ള പാർട്ടിയിലാണ്. അവിടെ ഗ്രൂപ്പ് സമവാക്യങ്ങൾ ഉൾപ്പെടെ യോജിച്ചു വരേണ്ടതുണ്ട്. ഇത്തവണ 2 മണ്ഡലങ്ങളിൽ ഒഴികെ മറ്റെല്ലായിടത്തും കോൺഗ്രസും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ തിരുവനന്തപുരത്തൊഴികെ മറ്റിടങ്ങളിലെ സ്ഥാനാർത്ഥികൾ ആര് എന്ന് അറിയാൻ സാധിക്കാത്ത ഒരു സാഹചര്യമാണ് BJPയിലെ 2ാം നിര നേതാക്കൾക്കും RSSന്റേതുൾപ്പെടെയുള്ള അണികൾക്കുമുള്ളത്. ഈ അതൃപ്തിയാണ് വളരെ കൃത്യമായി RSS ദേശീയ നേതൃത്വത്തെ അറിയിച്ചത്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഇടപെടൽ ദേശീയ നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. സജിത്ത് കൂടി ചേരുകയാണ് തിരുവനന്തപുരം. സജിത്ത്, ഇവിടെ ഒരു ലിസ്റ്റുമായി കേന്ദ്ര നേതൃത്വം സമീപിച്ചിരുന്നു, സംസ്ഥാന നേതൃത്വം. അവിടെ ഒരുപാട് നേതാക്കൾ മത്സരിക്കാൻ താല്പര്യമുള്ളവരുടെ പേരുകൾ എഴുതി ചേർത്ത ലിസ്റ്റ്. പക്ഷേ ഇപ്പോൾ മനസ്സിലാകുന്നത്, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചരിച്ചതുപോലെ അടക്കം അണികളുടെ വികാരം കൂടി മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു സ്ഥാനാർത്ഥി പട്ടികയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. തിരുവനന്തപുരത്ത് കുമ്മനത്തിനൊപ്പം പത്തനംതിട്ടയിൽ സുരേന്ദ്രനും വരുമ്പോൾ അത് ശ്രീധരൻപിള്ള വിഭാഗത്തിന് വലിയ തിരിച്ചടിയായി മാറുകയും കേന്ദ്ര നേതൃത്വം അത് ഏതാണ്ട് സുരേന്ദ്രൻ മത്സരിക്കണം എന്ന രീതിയിൽ തന്നെ കാര്യങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്തു എന്ന് വേണം കരുതാൻ. ഔദ്യോഗികമായ പ്രഖ്യാപനം വരാതിരിക്കുന്നേ ഉള്ളൂ. എങ്ങനെ സ്വാധീനിക്കും ഈ ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം? തിരുവനന്തപുരത്ത് കുമ്മനം വരുന്നു, പത്തനംതിട്ടയിൽ ഈ പറഞ്ഞതുപോലെ സുരേന്ദ്രനെ മത്സരിപ്പിക്കാതിരിക്കുന്നു, ശോഭാ സുരേന്ദ്രൻ ഒരുപക്ഷെ ആറ്റിങ്ങൽ മത്സരിച്ചേക്കുമെന്ന് പറയുന്നു. ഇത് അണികളുടെ അഭിലാഷം പോലെയുള്ള സ്ഥാനാർത്ഥി നിർണയമാണോ? രഞ്ജിത്ത്, വലിയ രീതിയിൽ കുഴഞ്ഞു മറിയുന്ന സാഹചര്യമാണ് BJPയുടെ സ്ഥാനാർത്ഥി നിർണയത്തിലുള്ളത് എന്ന കാര്യത്തിൽ തർക്കമില്ല. അതിന് കൃത്യമായ കാരണങ്ങൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാനും കഴിയും. കാരണം സംസ്ഥാനത്ത് BJP ഇത്തവണ കൃത്യമായ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങൾ തുടക്കം മുതൽ ആരംഭിച്ചിരുന്നു. ബൂത്ത് തല പ്രവർത്തനങ്ങൾ നടന്നു. ഇതിൻ്റെ അടുത്ത ഘട്ടമായിട്ടാണ് സ്ഥാനാർത്ഥി നിർണയം എന്നൊരു ചർച്ച ആരംഭിച്ചത്. ഇതിൻ്റെ ഭാഗമായി ഓരോ മണ്ഡലങ്ങളിൽ നിന്നും സാധ്യതാ സ്ഥാനാർത്ഥികളുടെ അഭിപ്രായം, മണ്ഡലം കമ്മിറ്റികളിൽ നിന്ന് അഭിപ്രായം ചോദിച്ചുകൊണ്ട് അത്തരമൊരു പട്ടിക തയ്യാറാക്കി, സംസ്ഥാന നേതൃത്വം ഒരു പട്ടിക തയ്യാറാക്കി. ഈ പട്ടികയാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ മുൻപിൽ ഇപ്പോഴുള്ളത്. പക്ഷേ ഈ പട്ടികയിലെല്ലാം ലഭിച്ച പ്രാമുഖ്യമുള്ള പേരുകളല്ല പിന്നീട് പരിഗണിക്കപ്പെട്ടതൊന്നും. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ സുരേന്ദ്രന്റെ പേരാണ് സംസ്ഥാനത്തെ ഒട്ടുമിക്ക മണ്ഡലങ്ങളിൽ നിന്നും മുഖ്യ സ്ഥാനാർത്ഥിയായി പരിഗണിക്കണം എന്ന ആവശ്യം അവിടുത്തെ പ്രാദേശിക നേതൃത്വം ഉന്നയിച്ചത്. പക്ഷേ സംസ്ഥാനത്ത് നിന്ന് നൽകിയ പട്ടികയിൽ സുരേന്ദ്രന്റെ പേരിന് ആ പ്രാമുഖ്യം ഉണ്ടായില്ലെന്ന് മാത്രമല്ല, ഡൽഹിയിൽ നടന്ന ആദ്യവട്ട ചർച്ചകളിലൊന്നും സുരേന്ദ്രന്റെ പേര് വിജയസാധ്യത അല്ലെങ്കിൽ പ്രധാന മത്സരം കാഴ്ചവെക്കുമെന്ന് കരുതുന്ന മണ്ഡലങ്ങളിലേക്ക് പരിഗണിക്കപ്പെട്ടതുമില്ല. ഉദാഹരണമായി നമുക്കത് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നത് പത്തനംതിട്ടയും തൃശ്ശൂരും അടക്കമുള്ള മണ്ഡലങ്ങളിലൊന്നും സുരേന്ദ്രന്റെ പേര് പോലും ഈ മേഖലകളിൽ പരിഗണിക്കപ്പെട്ടിട്ടില്ല. PS ശ്രീധരൻപിള്ളയ്ക്കും തൃശ്ശൂർ BDJSനും നൽകുന്ന രീതിയിലാണ് ചർച്ചകൾ നടന്നത്. പക്ഷേ ഇപ്പോൾ ഏറ്റവും ഒടുവിലേക്കും സാഹചര്യങ്ങൾ വീണ്ടും മറിയുകയാണ്. അവിടെയാണ് രഞ്ജിത്ത് ചോദിച്ച ചോദ്യത്തിന് പ്രസക്തിയുള്ളത്. കാരണം സംസ്ഥാന പ്രാദേശിക ഘടകങ്ങൾക്കെല്ലാം സുരേന്ദ്രൻ അടക്കമുള്ള ആ തരത്തിലുള്ള ഒരു പുതുനിര വരണമെന്ന അഭിപ്രായമുള്ളവരാണ് ആ തരത്തിലേക്ക് വീണ്ടും സ്ഥാനാർത്ഥി പട്ടിക പരിഷ്കരിക്കുന്നു എന്ന് വേണം ഇപ്പോൾ ഡൽഹിയിൽ നടക്കുന്ന ചർച്ചകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ. അങ്ങനെയെങ്കിൽ
പ്രാദേശിക വികാരം മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു പരിഷ്കാരത്തിന് BJPയുടെ ദേശീയ നേതൃത്വം തയ്യാറാകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, സംസ്ഥാനത്ത് അതായത് രണ്ടാം ഘട്ടത്തിലാണ് തെരഞ്ഞെടുപ്പ് തുടങ്ങിയ സാങ്കേതിക കാരണങ്ങൾ എങ്ങനെ നിർത്തിയാൽ പോലും കേരളത്തിലെ സാഹചര്യം അതല്ല. കാരണം ഇടതു വലതു മുന്നണികൾ പ്രചരണത്തിൻ്റെ രംഗത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞു. വിവിധ ക്യാമ്പയിൻ അടക്കങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് അവർ മുന്നോട്ട് പോവുകയാണ്. പക്ഷേ BJP ഇപ്പോൾ സംസ്ഥാനത്ത് കളത്തിലില്ല എന്നൊരു വലിയ പോരായ്മയുണ്ട്. കാരണം ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിലാണ് സംസ്ഥാനത്ത് നിന്നും വലിയ നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്ന് BJP പ്രതീക്ഷിക്കുന്നത്. ആ തെരഞ്ഞെടുപ്പിലാണ് ഇത്തരത്തിൽ സംഘടനാപരമായ വീഴ്ചകൾ കൊണ്ടോ മറ്റു കാരണങ്ങൾ കൊണ്ടോ പ്രചരണ രംഗത്ത് ഇറങ്ങാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. തിരുവനന്തപുരത്തെ ഇന്നത്തെ ഒരു പ്രത്യേക സാഹചര്യം നമുക്ക് കൃത്യമായി തന്നെ ചൂണ്ടി പറയാൻ കഴിയും. കാരണം കുമ്മനം രാജശേഖരൻ ഇവിടെ സ്ഥാനാർത്ഥിയാകുമെന്ന് ഉറപ്പാണ്, അക്കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പക്ഷേ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു ഫുൾ സിംഗ് പ്രചരണത്തിലേക്ക് ഇറങ്ങുന്നതിന് പ്രവർത്തകർക്ക് തടസ്സവുമുണ്ട്. ഈ ഒരു പരിമിതികൾ ഉണ്ടെങ്കിൽ കൂടിയും ഇന്ന് തിരുവനന്തപുരത്ത് കുമ്മനം രാജശേഖരൻ്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൻ്റെ ഉദ്ഘാടനം നടക്കുകയാണ്. അതായത് BJP ദേശീയ നേതൃത്വം സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയില്ലെങ്കിലും തിരുവനന്തപുരത്ത് ഓഫീസിൻ്റെ അടക്കം ഉദ്ഘാടനം നടത്തി മുന്നോട്ട് പോകാൻ പ്രവർത്തകർ തയ്യാറാവുന്ന ഒരു സാഹചര്യം. കാരണം അത് തിരുവനന്തപുരത്തെ ഒരു പ്രത്യേക സാഹചര്യമാണ്, വിജയപ്രതീക്ഷ പുലർത്തുന്ന മണ്ഡലമാണ്. അതുകൊണ്ട് അവിടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരെ കാത്തു നിന്നിട്ട് കാര്യമില്ല എന്ന ഒരു പ്രാദേശിക വികാരമുണ്ട്. ആ വികാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ BJP സംസ്ഥാനത്ത് മുന്നോട്ട് പോകാൻ ശ്രമിക്കുകയാണ്. മറ്റു മണ്ഡലങ്ങളിലും ഇതേ പ്രതിസന്ധി നിൽക്കുന്നുണ്ട്. കാരണം ആരാണ് സ്ഥാനാർത്ഥി എന്ന് അറിയത്തില്ലാത്ത ഒരു പ്രാദേശിക പ്രവർത്തകരുടെ ഒരു പൊതുവായ പ്രതിസന്ധിയുണ്ട്. വലിയൊരു ആശയക്കുഴപ്പം സംസ്ഥാനത്തെ BJPയിൽ പ്രകടമാണ്. അതുതന്നെയാണ് സജിത്ത് ഈ പറഞ്ഞതുപോലെ കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുന്ന ഒരു പാർട്ടി അവർക്ക് കേരളത്തിൽ ശ്രദ്ധയൂന്നുമെന്ന് അമിത്ഷാ ഇവിടെ വന്ന് പലവട്ടം പറയുന്നു. കേരളം അവർ പ്രതീക്ഷിക്കുന്ന ഒരു സ്ഥലമാണെന്ന് പറയുന്നു. 2-3 സീറ്റെങ്കിലും ഇവിടെ നിന്ന് A+ കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയ സാഹചര്യമൊക്കെ ഉണ്ടാകുമ്പോഴും BDJSന്റെ ഈ മുന്നണിയിലുള്ള NDAയിലുള്ള ഒരു സാന്നിധ്യം അത് തൃശ്ശൂരിൽ വലിയ പ്രതിസന്ധി ഉണ്ടാക്കി. സുരേന്ദ്രൻ താല്പര്യപ്പെട്ടിരുന്ന പ്രധാന മണ്ഡലങ്ങളും തൃശ്ശൂരായിരുന്നു. അവിടെ തുഷാർ വെള്ളാപ്പള്ളിയെ പോലെ ഒരാൾ മത്സരിക്കാൻ നിർബന്ധിപ്പിച്ച് തീരുമാനിക്കുന്നു. അത് അവർക്ക് വലിയ വിനയായി മാറുന്ന ഒരു സാഹചര്യം. സുരേന്ദ്രന് മത്സരിക്കാൻ സീറ്റ് വരുന്നില്ല, പ്രസിഡന്റ് മാറി നിൽക്കുന്ന അവസ്ഥ ഉണ്ടാകുന്നു. ടോം വടക്കനെ പോലെ ഒരു കോൺഗ്രസ് നേതാവിനെ തിരിച്ചു പാർട്ടിയിലേക്ക് എത്തിക്കുമ്പോൾ അദ്ദേഹത്തിന് മത്സരിക്കാൻ സീറ്റ് കൊടുക്കണം. ന്യൂനപക്ഷ മുഖം എന്ന പേരിലെങ്കിലും ആ രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുപോകണം. അത്തരം കാര്യങ്ങളൊക്കെ വലിയ തോതിൽ ഈ സ്ഥാനാർത്ഥി നിർണയത്തെ സ്വാധീനിച്ചില്ലേ സജിത്ത്? തീർച്ചയായും അത് സ്വാധീനിച്ചെന്ന് മാത്രമല്ല, അത് സ്ഥാനാർത്ഥി ചർച്ചകളെ ഒരു വട്ടത്തിൽ പ്രതിസന്ധിയിലാക്കുകയും ചെയ്തിട്ടുണ്ട്. കാരണം സംസ്ഥാനത്ത് നിന്നും പട്ടിക കൈമാറിയതിന് ശേഷമാണ് ഈ KS രാധാകൃഷ്ണന്റെയും ടോം വടക്കന്റെയും അടക്കമുള്ള പാർട്ടിയിലേക്കുള്ള പ്രവേശനം നടന്നത്. സ്വാഭാവികമായും അവർക്ക് സീറ്റ് നൽകേണ്ട സാഹചര്യം ഉണ്ടാകും. അതോടുകൂടി സംസ്ഥാനത്തെ പട്ടികയ്ക്ക് തന്നെ പ്രസക്തിയില്ലാത്ത സാഹചര്യം ഉണ്ടാവുകയും ആ തരത്തിലേക്ക് ചർച്ചകൾ നീണ്ടുകയും ചെയ്തത്. പക്ഷേ ഇവർ പലപ്പോഴും പ്രതീക്ഷ വെച്ചത് വളരെ സാധ്യതാ മണ്ഡലങ്ങളിലേക്കൊക്കെ അവരുടെ പേരുകൾ ഉണ്ടാകും, പുതുതായി എത്തിയവരുടെ പേരുകൾ പരിഗണിക്കപ്പെടുമെന്ന് പ്രതീക്ഷ വെച്ചു. അതേസമയം ഈ മണ്ഡലങ്ങൾക്ക് പ്രതീക്ഷ വെച്ച് സംസ്ഥാനത്തെ പ്രമുഖ നേതാക്കൾ ഉണ്ടായിരുന്നു താനും. ഇതാണ് വലിയ രീതിയിലുള്ള ആശയക്കുഴപ്പങ്ങൾക്കും മറ്റും ഇടവെച്ചത്. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ്, അൽഫോൺസ് കണ്ണന്താനത്തിൻ്റെ പേര് പരിഗണിച്ചത് കൊല്ലം മണ്ഡലത്തിലാണ്. പക്ഷേ കൊല്ലം മണ്ഡലത്തിലേക്ക് താനില്ല എന്ന് പരസ്യമായ വികാരം തുറന്നു പറയാൻ അൽഫോൺസ് കണ്ണന്താനം തയ്യാറായി. ഒരുപക്ഷേ BJPയിലൊന്നും അത്ര കേട്ടുകേൾവിയില്ലാത്ത രീതിയിലുള്ള ഒരു തുറന്നു പറച്ചിലാണ് അൽഫോൺസ് കണ്ണന്താനത്തിന് നടത്തേണ്ടിയും വന്നത്. ഇത്തരത്തിലാണ് സാഹചര്യം കേൾക്കുന്നത്. ഇപ്പോൾ എറണാകുളത്തേക്കാണ് അൽഫോൺസിന്റെ പേര് പറഞ്ഞു കേൾക്കുന്നത്. എന്തായാലും പട്ടികയ്ക്ക് മാറ്റമുണ്ടാകുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. ഏതായാലും സംസ്ഥാനത്തെ ഒരു പൊതുവികാരം മനസ്സിലാക്കിക്കൊണ്ടുള്ള പട്ടിക, ആ തരത്തിലുള്ള ഒരു പരിഷ്കാരം അവസാന ഘട്ടത്തിൽ പ്രഖ്യാപനത്തിൽ അങ്ങനെ കാര്യങ്ങൾ മാറുമെന്ന് പ്രതീക്ഷിക്കാമെന്ന് തോന്നുന്നു. ഈ ചർച്ചകൾ കാണുമ്പോൾ RSSന്റെ ഇടപെടൽ ഇക്കാര്യത്തിൽ നിർണായകമായി എന്ന കാര്യത്തിൽ തർക്കവുമില്ല. അഭിലാഷ്, ദില്ലിയിലെ ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? ഇന്നലെ രാത്രി ഏതാണ്ട് അംഗീകാരം കൊടുത്തു സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് എന്ന രീതിയിൽ വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. ഇന്ന് പ്രഖ്യാപനം ഉണ്ടാകുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ അപ്രതീക്ഷിതമായ മുഖങ്ങളെ നമുക്ക് ഈ സ്ഥാനാർത്ഥി പട്ടികയിൽ പ്രതീക്ഷിക്കാമോ? എന്താണ് അതുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ? രഞ്ജിത്ത്, ഇന്ന് തന്നെ അന്തിമമായൊരു പട്ടിക ഉണ്ടാകും എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റാത്തൊരു സാഹചര്യമാണുള്ളത്. അതിന് കാരണം സംസ്ഥാന നേതൃത്വം ഉൾപ്പെടെ ആവശ്യപ്പെടുന്നത് BDJSുമായി ഒരു വട്ടം കൂടി ചർച്ച നടത്തണം എന്നുള്ളതാണ്. അങ്ങനെ ആ ആവശ്യത്തെ ദേശീയ നേതൃത്വം അംഗീകരിക്കുകയാണ് എങ്കിൽ ഇന്ന് BDJS നേതാക്കളുമായി ചർച്ച നടത്താൻ അവസരമുണ്ടാകില്ല. നാളെയായിരിക്കും ചർച്ച നടത്തുക. അതിന് കാരണം നേരത്തെ സജിത്ത് ചൂണ്ടിക്കാണിച്ചതുപോലെ ചില മണ്ഡലങ്ങളിലേക്ക്, തൃശ്ശൂർ പോലെയുള്ള മണ്ഡലങ്ങളിൽ BDJSന്റെ സ്ഥാനാർത്ഥികൾ നിൽക്കുന്ന പശ്ചാത്തലമുണ്ട്. ഒപ്പം
അൽഫോൺസ് കണ്ണന്താനത്തെ പോലെ മുതിർന്ന നേതാവ് പരസ്യമായി പ്രസ്താവന, അതായത് കൊല്ലം നൽകുന്നതിനേക്കാൾ നല്ലത് എങ്കിൽ മലപ്പുറം നൽകുന്നതാണ് എന്ന തരത്തിൽ ന്യൂസ് 18നോട് തന്നെ പ്രതികരിച്ച ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ പരസ്യ പ്രസ്താവനകളുമായി രംഗത്തെത്തുമ്പോൾ തനിക്ക് സ്വാധീനമുള്ള മണ്ഡലങ്ങളിൽ അല്ലെങ്കിൽ സ്വാധീനം ചെലുത്താൻ സാധിക്കുന്ന ചില മണ്ഡലങ്ങളുടെ പേരാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. പക്ഷേ അവിടെ ഉണ്ടാകുന്ന പ്രതിസന്ധി, അദ്ദേഹം പറയുന്ന ഇടുക്കി ഉൾപ്പെടെയുള്ള സീറ്റുകളിൽ BDJS ആണ് സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുന്നത്. എന്നാൽ ദേശീയ നേതൃത്വത്തിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് BDJS ഏത് തരത്തിലുമുള്ള വിട്ടുവീഴ്ചകൾക്കും ഇപ്പോൾ തയ്യാറാണ് എന്നുള്ളതാണ്. ഏതെങ്കിലും മണ്ഡലം വെച്ചുമാറേണ്ട ഒരു അടിയന്തര സാഹചര്യം ഉണ്ടെങ്കിൽ ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ള തൃശൂർ, മാവേലിക്കര, ഇടുക്കി, ആലത്തൂർ, വയനാട് ഇങ്ങനെ 5 മണ്ഡലങ്ങളാണ് BDJSുമായി ധാരണയിൽ എത്തിയിട്ടുള്ളത്. ഈ മണ്ഡലങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ അനിവാര്യമാണെങ്കിൽ അത് BDJSുമായി സംസാരിച്ച് പരിഹരിക്കാവുന്നതേ ഉള്ളൂ എന്നാണ് നേതൃത്വത്തിൻ്റെ കണക്കുകൂട്ടൽ. അതുകൊണ്ട് തന്നെ അതായത് സ്ഥാനാർത്ഥി നിർണയം എന്നത് വലിയ ഒരു പ്രതിസന്ധിയിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നുവെങ്കിൽ BDJS ഉൾപ്പെടെയുള്ളവയും ഉള്ള നേതാക്കളുമായി വീണ്ടും ചർച്ച നടത്തിയ ശേഷമായിരിക്കും അന്തിമമായൊരു തീരുമാനം എടുക്കുകയുള്ളൂ. അങ്ങനെയെങ്കിൽ ഇന്ന് ഈ പട്ടിക സംബന്ധിച്ച പ്രഖ്യാപനം ഉണ്ടാകുവാനുള്ള സാധ്യത കുറവാണ്. അതേസമയം ഏകദേശം ഒരു ധാരണയിലേക്ക് എത്തും എന്നുള്ളത് തള്ളിക്കളയാനുമാകില്ല. മാത്രമല്ല ഇത്തരം പരസ്യ പ്രസ്താവനകൾ അൽഫോൺസ് കണ്ണന്താനം ഉൾപ്പെടെ നടത്തുന്ന മാധ്യമങ്ങളിലൂടെ നടത്തുന്ന പരസ്യ പ്രസ്താവനകളിലും RSSന് വലിയ വിയോജിപ്പുണ്ട്. മാത്രമല്ല BJPയുടെ ആഭ്യന്തര കാര്യങ്ങൾ എങ്ങനെ പുറത്തേക്ക് പോകുന്നു എന്നുള്ളത് ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം പരാതി ഉന്നയിക്കുകയും ചെയ്തതാണ്. മാധ്യമങ്ങളിൽ വലിയ തോതിൽ വാർത്തയാകുന്നു. ഫേസ്ബുക്ക് ഉൾപ്പെടെയുള്ള സമൂഹ മാധ്യമങ്ങളിൽ പത്തനംതിട്ടയിൽ K സുരേന്ദ്രൻ മത്സരിക്കുന്നില്ല എന്ന തരത്തിലുള്ള പ്രചാരണം വരുന്നു. ഇതേ തുടർന്ന് BJPയുടെ സംസ്ഥാന അധ്യക്ഷന്റെ ഫേസ്ബുക്കിൽ പോലും അണികൾ ഉൾപ്പെടെയുള്ളവർ പത്തനംതിട്ടയിൽ K സുരേന്ദ്രനെ മത്സരിപ്പിക്കണമെന്ന ആവശ്യം ഉന്നയിക്കുന്നു. അമിത്ഷായ്ക്ക് നേരിട്ട് മെസ്സേജുകൾ അയക്കുന്നു. ഈ തരത്തിലുള്ള സംഭവവികാസങ്ങളൊന്നും BJPയെ സംബന്ധിച്ചിടത്തോളം സാധാരണ നിലയിൽ ഉള്ളതല്ല. ഒരു കേഡർ സംവിധാനത്തിൽ നിന്നുകൊണ്ട് രഹസ്യ സ്വഭാവം സൂക്ഷിക്കേണ്ട കാര്യങ്ങളിൽ ആ രഹസ്യ സ്വഭാവം സൂക്ഷിച്ചു തന്നെയാണ് BJP പലപ്പോഴും മുന്നോട്ട് പോരാറ്. എന്നാൽ പാർട്ടിയുടെ ആഭ്യന്തര കാര്യങ്ങൾ അടക്കം പൊതുസമൂഹത്തിൽ ഇത്തരത്തിൽ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്നത് പാർട്ടിക്ക് ദോഷം ചെയ്യുന്നു എന്നുള്ള ഒരു നിരീക്ഷണം കൂടി RSS ദേശീയ നേതൃത്വത്തിന് മുന്നിൽ വെക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങൾ ഒന്നടങ്കം പരിഗണിച്ചുകൊണ്ടായിരിക്കും പാർട്ടി ദേശീയ നേതൃത്വം തീർച്ചയായും സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കുക. അവിടെ ഒരു കാര്യം വ്യക്തമാണ്, ന്യൂനപക്ഷ മുഖങ്ങൾക്ക് കൃത്യമായ ഒരു പ്രാധാന്യം ഇത്തവണ നൽകും. അതിന് പറ്റുന്ന സ്ഥാനാർത്ഥികൾ ഇപ്പോൾ പട്ടികയിലുണ്ട് താനും. ഇൻപുട്ട് എഡിറ്റർ TJ ശ്രീലാലും ചേരുന്നു. ശ്രീലാൽ, ശബരിമല ഒരു സുവർണ അവസരമാണ്. മണ്ഡലം ഏതായാലും മണ്ഡലകാലം മറക്കരുത്. ഇതൊക്കെയായിരുന്നു തെരഞ്ഞെടുപ്പിന് മുൻപ് BJP പ്രസിഡന്റ് അടക്കം BJP നേതാക്കളടക്കം മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട കാര്യങ്ങൾ. പക്ഷേ ഒരു മണ്ഡലത്തിലും തിരുവനന്തപുരം ഒഴിച്ച് മറ്റു മണ്ഡലങ്ങളിൽ അവർ പ്രതീക്ഷ അർപ്പിക്കുന്ന മണ്ഡലങ്ങളിൽ പോലും കൃത്യമായ ഒരു സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കാൻ പറ്റാത്ത സാഹചര്യം. ഡൽഹിയിൽ നിന്ന് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ പോലും തമ്മിലടി തുടരുകയാണ്. സീറ്റ് അഡ്ജസ്റ്റ്മെന്റുകളുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പുരോഗമിക്കുകയാണ്. എങ്ങനെ ബാധിക്കും BJPയുടെ സാധ്യതകളെ? കുറേയൊക്കെ പ്രതീക്ഷകൾ അവർ പുലർത്തിയിരുന്നുവല്ലോ, 1-2 മണ്ഡലങ്ങളിലെങ്കിലും കേരളത്തിൽ. ആ മണ്ഡലങ്ങളിലെ സാധ്യതകളെ അടക്കം ഇപ്പോഴത്തെ തർക്കവും പ്രതിസന്ധിയും ഏത് രീതിയിൽ ബാധിക്കും? രഞ്ജിത്ത്, നിസ്സംശയം ഒരു കാര്യം പറയാം. BJPക്ക് തുടക്കത്തിലുണ്ടായിരുന്ന, അതായത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് ശബരിമല അടക്കമുള്ള വിഷയങ്ങൾ ഉയർത്തി BJP നടത്തിയ പ്രചാരണം, അതിന് ലഭിച്ച സ്വീകാര്യത, ഈ തുടങ്ങിയിട്ടുള്ള BJPക്ക് തുടക്കത്തിലുണ്ടായിരുന്ന ഒരു എഡ്ജ്, അത് ഈ തമ്മിൽ തല്ലിൽ ഇല്ലാതായിരിക്കുന്നു എന്ന് തന്നെയാണ് പറയേണ്ടത്. വീണ്ടും ഏറ്റവും താഴെത്തട്ടിൽ നിന്നും BJPക്ക് തുടങ്ങേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. തിരുവനന്തപുരത്ത് കുമ്മനം രാജശേഖരൻ മിസോറാം ഗവർണർ സ്ഥാനം രാജിവെച്ച് എത്തിയിട്ട് ഏതാണ്ട് ഒരാഴ്ചയിൽ കൂടുതലായിട്ട് തിരുവനന്തപുരത്തെ കാര്യങ്ങൾ പോലും പ്രത്യേകമായി പ്രഖ്യാപിക്കാൻ, അല്ലെങ്കിൽ ആ ഒരു പ്രഖ്യാപനം പോലും ഉണ്ടാകാൻ ഇനിയും സാധിച്ചിട്ടില്ല എന്നുള്ളത് വലിയ ഒരു പ്രതിസന്ധി തന്നെയാണ് BJPയുടെ മുന്നിൽ ഉയർത്തിയിരിക്കുന്നത്. നമുക്ക് ലഭിക്കുന്ന ഏറ്റവും ഒടുവിലത്തെ വിവരം അനുസരിച്ചാണെങ്കിൽ ഇന്നലെ രാത്രി ഏറെ വൈകി BJPയുടെ സ്ഥാനാർത്ഥി പട്ടികയുടെ കാര്യത്തിൽ അന്തിമ തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ്. സംസ്ഥാന നേതാക്കൾ തമ്മിലുള്ള തർക്കങ്ങളിൽ രൂക്ഷമായ ഇടപെടൽ ഈ BJPയുടെ കേന്ദ്ര നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായി. ഇനി അങ്ങോട്ട് ഇങ്ങനെ പോകാനാകില്ല എന്ന നിർദ്ദേശം വരെയും ഈ BJP കേന്ദ്ര നേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുകയും ഇവിടെ നിന്ന് നൽകിയ പട്ടിക വച്ചിട്ട് BJP കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി ഒരു മണ്ഡലത്തിൽ ഒരു പേര് എന്ന നിലയ്ക്ക് തീരുമാനത്തിൽ എത്തിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും അത് ഉടൻ തന്നെ പുറത്ത് വിടുകയും ചെയ്യും. ഈ നാണക്കേട്, അതായത് തമ്മിൽ തല്ലിയുള്ള ഈ നാണക്കേട് BJPക്ക് ആദ്യമുണ്ടായിരുന്ന ഒരു സാധ്യതകളിലേക്ക് മങ്ങലേൽപ്പിച്ചിട്ടുണ്ട്. BJP കേന്ദ്ര നേതൃത്വം കേരളത്തിലെ സീറ്റുകളെ വിഭജിച്ചിരിക്കുന്നത് A+ കാറ്റഗറി, അതോടൊപ്പം തന്നെ A കാറ്റഗറി, B+ കാറ്റഗറി, B കാറ്റഗറി എന്നിങ്ങനെയാണ്. ഇതിൽ B കാറ്റഗറിയിൽ സീറ്റുകൾ ഒന്നുമില്ല.
അധികമൊന്നുമില്ല. A+ കാറ്റഗറിയിൽ വരുന്നതാണ് തിരുവനന്തപുരം മണ്ഡലം. അതായത് ഏറ്റവും ജയസാധ്യതയുള്ള മണ്ഡലം എന്ന തലത്തിലാണ് A+ കാറ്റഗറിയിൽ തിരുവനന്തപുരത്തെ ഉൾപ്പെടുത്തിയിരിക്കുന്നതും. അവിടത്തേക്കാണ് ഇപ്പോൾ കുമ്മൻ രാജശേഖരനെ നേരത്തെ തന്നെ തീരുമാനിച്ച് രാജിവെപ്പിച്ച് മിസോറാം ഗവർണർ സ്ഥാനം രാജിവെപ്പിച്ച് കേരളത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നതും. പക്ഷേ കുമ്മനത്തിന് സ്ഥാനാർത്ഥിയായി പറഞ്ഞുകൊണ്ട് തെരഞ്ഞെടുപ്പിലേക്ക് ഇറങ്ങാനുള്ള അവസരം ഇനിയും ഉണ്ടായിട്ടില്ല. ചുവരെഴുത്തുകളെല്ലാം തുടങ്ങിയെങ്കിലും സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചാൽ മാത്രമേ BJP സ്ഥാനാർത്ഥി ഇറങ്ങാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് അദ്ദേഹം പൊതുചടങ്ങുകളിലും മറ്റും പങ്കെടുത്ത് ഇപ്പോൾ തിരുവനന്തപുരത്ത് ഏതാണ്ട് സജീവമായി തന്നെ നിൽക്കുന്നു. പിന്നീട് വരുന്നതാണ് A കാറ്റഗറി മണ്ഡലങ്ങൾ. ഈ A കാറ്റഗറി മണ്ഡലത്തിലേക്കാണ് ഏറ്റവും വലിയ തള്ളും തിരക്കും തമ്മിൽ ഇപ്പോൾ BJPയിൽ ഉണ്ടായിരിക്കുന്നത്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലമാണ് പത്തനംതിട്ട. പത്തനംതിട്ടയുടെ പേരിലാണ് ഏറ്റവും വലിയ തമ്മിൽ തല്ല് നടക്കുന്നത്. അവിടെ പ്രമുഖരായ 3 പേർ 3-4 പേർ അവിടെ മത്സരരംഗത്തുണ്ടായിരുന്നു. BJPയുടെ സീറ്റ് ലഭിക്കുന്നതിനുള്ള മത്സരരംഗത്തുണ്ടായിരുന്നു. അതിലേറ്റവും പ്രധാനമായും ഈ BJP സ്ഥാനാർത്ഥി ആകാൻ വേണ്ടിയുള്ള മത്സരത്തിൽ ഏറ്റവും മുന്നിൽ സ്വയം പ്രഖ്യാപിച്ചു നിന്നത് PS ശ്രീധരൻപിള്ള തന്നെയാണ്. പിന്നീട് K സുരേന്ദ്രൻ പത്തനംതിട്ടയാണെങ്കിൽ മത്സരിക്കാം, അല്ലെങ്കിൽ മറ്റു മണ്ഡലങ്ങളിൽ തനിക്ക് താല്പര്യമില്ല എന്ന് വ്യക്തമാക്കി. MT രമേശ് കഴിഞ്ഞ തവണ മത്സരിച്ച് MT രമേശിന്റെ പേരും ഈ മണ്ഡലത്തിലേക്ക് ഉയർന്നു വന്നിരുന്നു. ഒപ്പം തന്നെ അൽഫോൺസ് കണ്ണന്താനം, കേന്ദ്രമന്ത്രി അൽഫോൺസ് കണ്ണന്താനം അടക്കമുള്ളവർ ഈ സീറ്റിന് വേണ്ടിയുള്ള വാദവുമായി വന്നിരുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ചാണ് എങ്കിൽ K സുരേന്ദ്രനാകും, ഒന്നുകൂടെ പറയാം, K സുരേന്ദ്രനാകും പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥി എന്നാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. അതോടൊപ്പം തന്നെ പിന്നീട് വരുന്ന മണ്ഡലമായിരുന്നു തൃശ്ശൂർ. ഇവരുടെ A+ കാറ്റഗറിയിൽ പിന്നീട് വരുന്ന മണ്ഡലം ആണ് തൃശ്ശൂർ. തൃശ്ശൂരിൽ പക്ഷേ ഇപ്പോഴും ചില തർക്കങ്ങൾ, ചില പ്രതിസന്ധി നിൽക്കുന്നു. ക്ഷമിക്കണം, തൃശ്ശൂർ BDJSന് നൽകുകയാണ് ഉണ്ടായത്. അവിടെ തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കാനുള്ള തീരുമാനം എത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ BJPയുടെ A+ കാറ്റഗറിയിലെ രണ്ടാമത്തെ മണ്ഡലമായ A കാറ്റഗറിയിലെ രണ്ടാമത്തെ മണ്ഡലമായ തൃശ്ശൂരിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടായിരിക്കുന്നു. തൃശ്ശൂർ കഴിഞ്ഞാൽ പിന്നീട് A കാറ്റഗറിയിൽ വരുന്ന മണ്ഡലം പാലക്കാടാണ്. പാലക്കാടിൻ്റെ കാര്യത്തിൽ സി കൃഷ്ണകുമാറിനെയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പാലക്കാട് മണ്ഡലത്തിൽ ഏറ്റവും സജീവമായി പരിഗണിക്കുന്നത്. അവിടെ ശോഭാ സുരേന്ദ്രൻ അടക്കമുള്ള നേതാക്കളെ പരിഗണിച്ചിരുന്നുവെങ്കിലും ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ചാണെങ്കിൽ പാലക്കാട് മണ്ഡലത്തിൽ സി കൃഷ്ണകുമാറിനെയാണ് ഇപ്പോൾ അവർ കണക്കാക്കിയിരിക്കുന്നത്. ഇങ്ങനെ BJPയുടെ A കാറ്റഗറിയിലെ മണ്ഡലങ്ങളുടെ കാര്യത്തിൽ തീരുമാനമായി. അതോടൊപ്പം തന്നെ B+ കാറ്റഗറിയിൽ വന്നിരിക്കുന്ന ചില മണ്ഡലങ്ങൾ അവിടുത്തെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട്. ഒരു പക്ഷേ ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ചാണെങ്കിൽ ഒരു പക്ഷേ അൽഫോൺസ് കണ്ണന്താനം മത്സരിച്ചേക്കില്ല എന്ന് പറയുന്നു. മത്സരിച്ചാൽ തന്നെയും അൽഫോൺസ് കണ്ണന്താനം നമ്മൾ നേരത്തെ കേട്ടതുപോലെയുള്ള സ്ഥലങ്ങളിൽ ആയിരിക്കില്ല. കൊല്ലം ആണ് അദ്ദേഹത്തെ നേരത്തെ കേട്ടിരുന്നെങ്കിൽ അവിടെ നിന്ന് ഒരു പക്ഷേ അദ്ദേഹത്തെ മാറ്റി എറണാകുളത്തേക്ക് കൊണ്ടുപോകാനുള്ള സാധ്യതകൾ ഇപ്പോൾ നമ്മൾ കേൾക്കുന്നുണ്ട്. എന്തായാലും ഇക്കാര്യത്തിൽ BJP കേന്ദ്ര നേതൃത്വം ഒരു ധാരണയിലേക്ക് എത്തിയിട്ടുണ്ട്. ആ പ്രഖ്യാപനം ഉണ്ടായിട്ടില്ല എന്ന് മാത്രം. അതിൽ നിന്ന് തന്നെ നമുക്ക് ലഭിക്കുന്ന സൂചന അനുസരിച്ചാണെങ്കിൽ ഒരു പക്ഷേ അൽഫോൺസ് കണ്ണന്താനം എറണാകുളത്തേക്ക് എത്താനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഇപ്പോൾ മാധ്യമപ്രവർത്തകൻ ശ്രീ ജേക്കബ് ജോർജ് ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ജേക്കബ് ജോർജ്, ഏതാണ്ട് ധാരണയായി വരുന്നു കേന്ദ്ര നേതൃത്വത്തിൽ എന്ന് പറയുന്നു. അപ്പോഴും കാലതാമസമുണ്ടായി എന്നത് സംഭവിച്ച കാര്യമാണ്. പാർട്ടിയിൽ സീറ്റ് മോഹികളുടെ എണ്ണം ഒരുപാട് കൂടി വരുന്ന സാഹചര്യമുണ്ട്. ശബരിമല സമരത്തോടെ കാലം തെളിഞ്ഞു എന്ന് കരുതിയ BJPക്ക് ഈ പാർട്ടിയിലെ സ്ഥാനാർത്ഥി മോഹികളുടെ പിടിവലി വലിയ തിരിച്ചടിയായിരിക്കുകയല്ലേ? ഈ ശബരിമലയോടുകൂടി BJP ഒരു വലിയ നേട്ടം നേടുമെന്നാണ് അവർ കരുതിയിരുന്നത്. പക്ഷേ ആ നിലയ്ക്കൊന്നുമുള്ള ഒരു സൂചന കേരള സമൂഹത്തിൽ നിന്ന് ഇതുവരെയും കിട്ടുന്നില്ല. BJPക്ക് അനുകൂലമായ ഒരു ശബരിമല തരംഗം എവിടെയും ഉണ്ടെന്ന് തോന്നുന്നില്ല. കാരണം തെരഞ്ഞെടുപ്പ് അടുക്കും തോറും രാഷ്ട്രീയം അങ്ങനെ പിരിമുറുകയാണ്. നരേന്ദ്രമോദി വിഷയം, BJP വേണോ, കോൺഗ്രസ് വേണോ, CPM വേണോ എന്നിങ്ങനെയുള്ള രാഷ്ട്രീയത്തിൽ ഊന്നിയുള്ള പ്രചാരണം, രാഷ്ട്രീയത്തിൽ ഊന്നിക്കൊണ്ടുള്ള ഒരു നിലപാടുകളും രീതികളും സമൂഹമാകെക്കൂടി കേരളത്തിലെ ജനങ്ങൾ അങ്ങനെയാണല്ലോ. രാഷ്ട്രീയമായിട്ട് ഉള്ള ഒരു ചേരിതിരിവ് വളരെ ശക്തമാണ് കേരളത്തിൽ. അതുകൊണ്ട് തന്നെ ശബരിമല പോലെയുള്ള വിഷയങ്ങൾ ഒരു പരിധിവരെ മാത്രമേ അവരെ സ്വാധീനിക്കുള്ളൂ. ഒരു ന്യൂനപക്ഷത്തെ സ്വാധീനിക്കുമായിരിക്കും. പക്ഷേ അത് അത്ര കണ്ട് ഒരു വോട്ടിങ്ങിൽ പ്രതിഫലിക്കത്തക്കവണ്ണം കാണും എന്നെനിക്ക് തോന്നുന്നില്ല. എങ്കിലും BJPക്ക് വലിയ ആശയമുണ്ട്. തിരുവനന്തപുരം, പത്തനംതിട്ട, തൃശ്ശൂർ, പാലക്കാട് തുടങ്ങിയ മണ്ഡലങ്ങളിൽ അവർക്ക് ഒരു പ്രതീക്ഷയുണ്ട്. പക്ഷെ എത്ര കണ്ടത് മുന്നോട്ട്. പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മൾ കാണുന്നത് UDFും ഐക്യജനാധിപത്യ മുന്നണിയും ഇടതുപക്ഷ മുന്നണിയും തമ്മിലുള്ള ഒരു ശക്തമായ ഒരു ചേരിതിരിവ് നമുക്ക് വളരെ പ്രകടമായിട്ട് കാണാം. സ്ഥാനാർത്ഥികൾ നിരന്നു കഴിഞ്ഞു. അവർ തമ്മിലുള്ള ഒരു ആക്രമണം തുടങ്ങിക്കഴിഞ്ഞു. ഇനിയിപ്പോ BJP ആണ് ഒരു പുതിയ സ്പേസിന് വേണ്ടി കടന്നു വരേണ്ടത് സ്ഥാനാർത്ഥികളുടെ ഒപ്പം. അത് നമുക്ക് കാത്തിരുന്ന് കണ്ടെങ്കിൽ മാത്രമേ ചിത്രം വ്യക്തമാവുകയുള്ളൂ.
ശരി, ശ്രീ ജേക്കബ് ജോർജ്. ശ്രീലാൽ, ഇത്തരത്തിൽ ഈ അൽഫോൺസ് കണ്ണന്താനം മത്സരിക്കില്ല, ഒപ്പം കോൺഗ്രസിൽ നിന്ന് വന്ന ടോം വടക്കൻ സീറ്റ് നൽകണം, തുഷാർ വെള്ളാപ്പള്ളി തൃശ്ശൂരിൽ മത്സരിക്കുന്നു, അത്തരം സാധ്യതകളൊക്കെ നേരത്തെ പറഞ്ഞതുപോലെ അൽഫോൺസ് കണ്ണന്താനത്തിന്റെ പേരൊക്കെ വെട്ടിപ്പോകുമ്പോൾ ന്യൂനപക്ഷ മുഖങ്ങൾക്ക് കൂടുതൽ പ്രാതിനിധ്യം നൽകണം പാർട്ടി പട്ടികയിൽ എന്ന രീതിയിലുള്ള കേന്ദ്ര നേതൃത്വത്തിന്റെ മോഹത്തിന് അത് തിരിച്ചടിയാവുകയല്ലേ? ഈ ടോം വടക്കൻ സീറ്റ് കൊടുക്കാനുള്ള സാധ്യതകളുണ്ടോ? അത്തരത്തിലുള്ള സൂചനകൾ എന്തൊക്കെയാണ്? ടോം വടക്കന് സാധ്യത ഇപ്പോഴും നിലനിൽക്കുന്നു. ടോം വടക്കനെ ആദ്യം ചാലക്കുടിയിൽ ആണ് പരിഗണിച്ചിരുന്നത്. ചാലക്കുടിയും എറണാകുളത്തേക്കും പിന്നീട് പരിഗണനാ പട്ടികയിൽ ടോം വടക്കൻ വന്നു. ടോം വടക്കന് സാധ്യത ഉണ്ട് എന്ന് തന്നെയാണ് ഇപ്പോഴും മനസ്സിലാക്കുന്നത്. അൽഫോൺസ് കണ്ണന്താനത്തിനും സാധ്യത ഇപ്പോഴും നിലനിൽക്കുന്നു. പക്ഷേ രഞ്ജിത്ത്, ഇവിടെ പ്രശ്നം അൽഫോൺസ് പത്തനംതിട്ട സീറ്റിനായുള്ള വലിയ ഒരു അവകാശവാദം ഉന്നയിച്ച് രംഗത്തെത്തിയിരുന്നു. അതിനുശേഷം ആണ് എന്നാൽ അൽഫോൺസിനെ പത്തനംതിട്ട മത്സരിപ്പിക്കാൻ യാതൊരു താല്പര്യവും പാർട്ടി നേതൃത്വം കാണിച്ചില്ല. അപ്പോഴാണ് അൽഫോൺസ് കണ്ണന്താനത്തെ മുഖ്യ പ്രചാരണ രംഗത്ത് ഇറക്കിക്കൊണ്ട്, അല്ലെങ്കിൽ അതോടൊപ്പം തന്നെ കേരളത്തിലെ ഒപ്പം തന്നെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലും ക്രിസ്ത്യൻ മേഖലയിലുമെല്ലാം അൽഫോൺസ് കണ്ണന്താനത്തിനെ പ്രചാരണത്തിനിറക്കാം. മുൻപ് അൽഫോൺസ് കണ്ണന്താനം വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുടെ ചുമതലക്കാരനുമായിരുന്നു. അതുകൊണ്ട് തന്നെ അൽഫോൺസ് കണ്ണന്താനത്തെ ആ മേഖലകളിൽ കൂടി കൂടുതൽ പ്രയോജനപ്പെടുത്താം എന്നൊരു ആലോചന കൂടി വന്നത്. എന്തായാലും അവസാനം വരെയും ഈ പേരുകളെല്ലാം തന്നെ സജീവമായി തന്നെ പരിഗണിക്കപ്പെട്ടിരുന്നു എന്നതാണ്. ഇപ്പോൾ BJP നേരിടുന്ന മറ്റൊരു പ്രതിസന്ധി കൂടിയുണ്ട് രഞ്ജിത്ത്. അതായത് ഒരുവിധം തെറ്റില്ലാത്ത ഒരു പട്ടികയുമായി കോൺഗ്രസ് കൂടി രംഗത്ത് വന്നതോടെ, പ്രത്യേകിച്ച് മുരളീധരനെ കൂടി കൊണ്ടുവന്നുകൊണ്ട് കോൺഗ്രസ് ആ പട്ടികയ്ക്ക് ഒരു സീരിയസ്നെസ് കൊടുത്തതോടെ ശബരിമല വിഷയം അത് ഏത് രീതിയിലായാലും, അതിപ്പോൾ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പറയുന്ന പോലെ നേരിട്ടല്ലാതെ അതിന് നേരിട്ടല്ലാതെ തന്നെ ഈ വിഷയം കൊണ്ടുവന്നാൽ പോലും അത് ഒരു പക്ഷേ കോൺഗ്രസിന് ഗുണം ചെയ്യുമോ എന്ന ഒരു ആശങ്ക BJPക്കുള്ളിൽ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ശബരിമല വിഷയം ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയേയല്ല. വീണ്ടും അത് സജീവമായി കൊണ്ടുവരുമ്പോൾ അത് ഒരു പക്ഷേ കോൺഗ്രസിനാകുമോ ഗുണം ചെയ്യുക? കാരണം കോൺഗ്രസ് സ്ഥാനാർത്ഥിയും പല മണ്ഡലങ്ങളിലും കോൺഗ്രസ് സ്ഥാനാർത്ഥിയും ഇടത് സ്ഥാനാർത്ഥിയും തമ്മിലുള്ള നേരിട്ടുള്ള പോരാട്ടത്തിൽ ഈ കാര്യങ്ങൾ നീങ്ങുമ്പോൾ അത് കോൺഗ്രസിന് ഗുണം ചെയ്യുമോ എന്നൊരാശങ്ക കൂടി BJPക്ക് ഉണ്ടായിട്ടുണ്ട്. അത് എങ്ങനെ തരണം ചെയ്യണം എന്ന ആലോചനയും ഇപ്പോൾ BJPയിൽ സജീവമാണ്. ഇതിനെല്ലാം അപ്പുറം BJPയെ ഇപ്പോൾ ഏറ്റവും അധികം പിന്നോട്ടടിച്ചിരിക്കുന്നത് അവർക്ക് ഇനിയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനായിട്ടില്ല എന്ന് തന്നെയാണ്. അത് സംബന്ധിച്ചുള്ള വലിയ BJPക്കെതിരെയുള്ള വലിയ പ്രചാരണം നടക്കുന്നു. അതിലൊന്ന് തമ്മിൽ തല്ല് തന്നെയാണ്. ആ തമ്മിൽ തല്ലിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്നത് BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് PS ശ്രീധരൻപിള്ളയുടെ പേരാണ് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും നിർണായകമായ കാര്യം. BJPയെ ഏറ്റവും പ്രതികൂലമായി ബാധിക്കുന്ന കാര്യം. അവിടെ നിന്നിങ്ങോട്ട് BJPക്ക് പിന്നീട് അത് മറികടക്കാനുള്ള ആലോചനകൾ കൂടി വേണ്ട ഒരു സാഹചര്യത്തിലേക്ക് BJPയെ കൊണ്ടുചെന്നെത്തിച്ചിരിക്കുന്നു. ഇത് ഈ തെരഞ്ഞെടുപ്പ് സമിതിയിൽ വന്നപ്പോൾ കേന്ദ്ര നേതൃത്വം, BJPയുടെ ദേശീയ നേതൃത്വം ഇക്കാര്യത്തിൽ സംസ്ഥാന നേതാക്കളെ കണക്കറ്റ് ശകാരിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു സൂചനയാണ് നമുക്ക് ഡൽഹിയിൽ നിന്ന് ലഭിക്കുന്നത്. എന്തായാലും BJPക്ക് ആദ്യമുണ്ടായിരുന്ന ഒരു എഡ്ജ് നഷ്ടപ്പെട്ടിരിക്കുന്നു. BJPക്ക് ഇനി ആദ്യ കല്ല് വെച്ച് തുടങ്ങേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. നേരത്തെ സയ്യിദ് പറഞ്ഞതുപോലെ തിരുവനന്തപുരത്ത് ഇന്ന് കുമ്മനം രാജശേഖരന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം നടക്കുകയാണ്. ഔദ്യോഗികമായി സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരുന്നതിന് മുൻപ് തന്നെ ഇത്തരത്തിൽ ആദ്യഘട്ടത്തിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് കുറെ മുന്നിലെത്തിയ LDFുമായാണ് മത്സരിക്കേണ്ടത്. കോൺഗ്രസ് അല്പമെങ്കിലും പിന്നിലാണെങ്കിലും അവരും ഏതാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ സജീവമായി വരുന്നു. ഇനിയും വരും ദിവസങ്ങളിൽ BJPയെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം അടക്കം. ഇപ്പോഴുള്ള ഒരു പിന്നോട്ട് പോക്ക്, പ്രചരണ രംഗത്തുള്ള ഒരു പിന്നോക്കാവസ്ഥ പരിഹരിക്കാൻ അതിനുള്ള എന്തൊക്കെ ശ്രമങ്ങൾ അവരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു? ഇന്ന് ഔദ്യോഗിക പ്രഖ്യാപനത്തിന് മുൻപ് കുമ്മനത്തിന്റെ ഓഫീസ് ഉദ്ഘാടനം ചെയ്യുന്നത് അതിനുള്ള ഒരു നീക്കമായി തന്നെ കാണേണ്ടേ? തീർച്ചയായും തിരുവനന്തപുരത്ത് ചില പ്രത്യേക തയ്യാറെടുപ്പുകൾ BJP നടത്തുന്നുണ്ട്. അതാണ് ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെയുള്ള തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം അടക്കമുള്ള ചുവരെഴുത്തുകൾ നേരത്തെ പ്രത്യക്ഷപ്പെട്ടതടക്കമുള്ള അവരുടെ തെരഞ്ഞെടുപ്പ് പ്രചരണ തന്ത്രങ്ങൾ. കാരണം അത് തിരുവനന്തപുരത്തെ മാത്രം ഒരു പ്രത്യേകതയാണ്. കാരണം ഇവിടെ സ്ഥാനാർത്ഥി തർക്കമില്ല. ഇവിടെ കുമ്മനം രാജശേഖരനാണ് സ്ഥാനാർത്ഥി എന്ന കാര്യത്തിൽ ഉറപ്പായിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ പ്രഖ്യാപനം ഉണ്ടാവാത്തതാണ് പരസ്യമായി കുമ്മനത്തിന് ഞാനാണ് സ്ഥാനാർത്ഥി എന്ന് പ്രഖ്യാപിച്ച് പ്രചരണ രംഗത്തിറങ്ങുന്നതിനുള്ള തടസ്സം. നേരത്തെ സൂചിപ്പിച്ച പോലെ കുമ്മനം രാജശേഖരൻ മണ്ഡലത്തിലെ പ്രധാന വ്യക്തികളെയും മറ്റ് പ്രധാന കേന്ദ്രങ്ങളിലും സന്ദർശനം നടത്തി അദ്ദേഹത്തിൻ്റെ പ്രചരണം നിശബ്ദ പ്രചരണമായി അതിനെ ഒതുക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഇന്നു മുതൽ അതൊരു പരസ്യ പ്രചരണ രീതിയിലേക്ക് BJP വരികയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൻ്റെ ഉദ്ഘാടനം വൈകിട്ട് നിശ്ചയിച്ചിരിക്കുന്നത്. അതിനുള്ളിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുമെന്നും BJP എന്തായാലും പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും തിരുവനന്തപുരത്ത് ഈ പ്രഖ്യാപനങ്ങൾക്കൊന്നും കാത്തു നിൽക്കുന്നതാതെ തന്നെ പ്രചരണ രംഗത്തേക്ക് സജീവമായി ഇറങ്ങാനാണ് BJP ശ്രമിക്കുന്നതാണ്. അതാണ് ഇവിടെ നമ്മൾ കാണുന്നതും. പക്ഷേ സംസ്ഥാനത്തെ മറ്റു മണ്ഡലങ്ങളിൽ അതല്ല.
തിരുവനന്തപുരത്തെ A+ കാറ്റഗറി പെടുത്തുമ്പോൾ A കാറ്റഗറിപ്പെടുത്തുന്ന മറ്റു മണ്ഡലങ്ങളുണ്ട്, പത്തനംതിട്ടയും തൃശ്ശൂരും അടക്കമുള്ളത്. പക്ഷേ ഇവിടങ്ങളിലൊന്നും ഒരു തരത്തിലേക്കും പ്രചരണ രംഗത്തേക്ക് പരസ്യമായി വരാൻ BJP പ്രവർത്തകർക്ക് കഴിയുന്നില്ല. അതിന് കാരണം സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് തുടരുന്ന ഈ ഒരു അവ്യക്തതയാണ്. നമുക്ക് കോൺഗ്രസിലും വലിയ വിമർശനങ്ങൾ ഉണ്ടായിരുന്നപ്പോഴും കോൺഗ്രസിന്റെ ചില മണ്ഡലങ്ങളിൽ പ്രഖ്യാപനം ഉണ്ടായില്ലെങ്കിൽ പോലും അവർ ചുവരെഴുത്തുകൾ നേരത്തെ ആരംഭിച്ചിരുന്നു. ആറ്റിങ്ങൽ അടക്കമുള്ള ഇടങ്ങളിൽ നമ്മൾ നേരത്തെ കണ്ടതുമാണ്. പക്ഷേ ഈ പത്തനംതിട്ട, തൃശ്ശൂർ പോലെയുള്ള വളരെ പ്രതീക്ഷ വെക്കുന്ന BJP മണ്ഡലങ്ങളിലൊന്നും ആ തരത്തിൽ അവർക്ക് ഒരു തരത്തിലുള്ള പ്രവർത്തനം ആരംഭിക്കാൻ കഴിഞ്ഞിട്ടില്ല. നേരത്തെ ബൂത്ത് തരത്തിലുള്ള ചില സംഘടനാ പ്രവർത്തനങ്ങളും മറ്റ് സർവേ അടക്കമുള്ള മറ്റ് നടപടിക്രമങ്ങളുമായി BJP മുന്നോട്ട് പോയിരുന്നു. അത് മാത്രം തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഒതുക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. മറ്റൊന്നുകൂടിയുണ്ട്, നേരത്തെ സൂചിപ്പിച്ച പോലെ ശബരിമല നൽകിയ ഒരു ആവേശം അത് അതേപടി നിലനിർത്താൻ BJP ക്യാമ്പിന് കഴിഞ്ഞിട്ടില്ല. ഒരു പരിധിവരെ ആവേശം കെട്ടടങ്ങുന്ന തരത്തിലേക്ക് ഇപ്പോഴത്തെ വിവാദങ്ങളെ കൊണ്ടുപോയിട്ടുമുണ്ട്. പ്രവർത്തകർക്കിടയിൽ വലിയ രീതിയിലുള്ള ആശയക്കുഴപ്പമുണ്ട്. പ്രാദേശിക തലത്തിൽ അത് പ്രകടമാണ് താനും. ശരി സജിത്ത്, ഒപ്പം അഭിലാഷ് ദില്ലിയിൽ നിന്ന്, TJ ശ്രീലാൽ ഇൻപുട്ട് എഡിറ്റർ എന്നിവർ വിവരങ്ങൾ നൽകിയതിനും വിശകലനത്തിനും